ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, ഇന്നൊരു ലാവണ്ടർ ഫാം കാണാൻ വന്നേ കേട്ടോ. ഇപ്പോൾ ഓസ്ട്രേലിയ നല്ല സമ്മർ ടൈമാണ്, പിന്നെ സ്കൂൾ വെക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ്. അന്ന് പിന്നെ നമുക്ക് ഒട്ടും സമയം വേണ്ട, നേരിട്ട് വീഡിയോ കളിക്കുമോ. അങ്ങനെ 2 ദിവസത്തെ ബെൻഡിഗോനെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. ഡെയിൽസ്ഫോർഡ് എന്നൊരു സ്ഥലത്തേക്ക് പോകണേ. ഈ ബെൻഡിഗോ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലെ ഏറ്റവും മനോഹരവും ചരിത്ര പ്രാധാന്യമുള്ള സിറ്റി കേട്ടോ. ഒരു കാലത്ത് സ്വർണ്ണ വേട്ടയ്ക്ക് പ്രശസ്തമായ പേര് കേട്ട ഒരു സിറ്റിയാണ് ഈ ബെൻഡിഗോ. ഇന്നും അവിടെ ആ പഴയ ബിൽഡിങ്ങുകളും ആർട്ട് ഗ്യാലറികളും ശാന്തമായിട്ടുള്ള ജീവിതശൈലി കേട്ടോ. എന്തിന് കാമാൻ കോയറ്റാന്നറിയാമോ സിറ്റിയൊക്കെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടുന്ന സംഭവമാണ് ട്രാം മ്യൂസിയം. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു കത്തീഡ്രൽ പള്ളിയുണ്ട്, അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിശാലമായൊരു ലേക്കോട് ചേർന്നൊരു പാർക്ക്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇല്ലേ ഒരേപോലെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കിടുകിടലൻ സിറ്റി ആയിരുന്നു ഈ ബെൻഡിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ബെൻഡിഗോയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഡെയിൽസ്ഫോർഡിൽ ഒരു ലാവുണ്ടാല സ്വിസ് ഇറ്റാലിയൻ ഫാമുണ്ട്. ശരിക്കും ഇതൊരു ലാവണ്ടർ ഫാമാണ്. അതിൻ്റെ അകത്ത് ലാവണ്ടർ മാത്രമല്ല, കണ്ടിരിക്കേണ്ടതായ ഒത്തിരി മനോഹരമായ കാഴ്ചകളുണ്ട്. നല്ല ചൂടാട്ടോ, സമ്മറും കൂടിയല്ലേ. ഏകദേശം 36 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. നല്ല മരങ്ങളുടെ താഴ്ത്താട്ടോ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഇത് ശരിക്കും സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിൽസ്ഫോർഡിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമുണ്ട്. ഷെപ്പേർഡ് ഫ്ലാറ്റ് എന്നാണ് ഈ ലാവണ്ടർ ഫാം ഇരിക്കണ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. അവിടെ തന്നെ ചെറിയൊരു എൻട്രി ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഫാമിൻ്റെ അത് ചെറിയൊരു കൗണ്ടറൊക്കെ കേട്ടോ. ഏറ്റവും പഴയൊരു ബിൽഡിങ്ങാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1860കളിൽ സ്വിസ് ഇറ്റാലിയൻ കുടിയേറ്റക്കാരായ ടിനിറ്റി കുടുംബം സ്ഥാപിച്ചതാണ് ഈ ഫാം. അതോ ഫുള്ള് പഴയ കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങുകളാട്ടോ. അത് ഇന്നും അതിൻ്റെ ആ പ്രൗഢി ഒട്ടും ചോർന്ന് പോവാത്ത രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണത്. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇല്ലേ, ഫാമിൻ്റെ അകത്ത് കയറിയപ്പില്ലേ എന്താ ഒരു രസം എന്ന് പറയുമോ. ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ. യൂറോപ്യൻ ഗ്രാമീണ ശൈലിയിലുള്ള ഒരു പൈതൃക ഫാമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ലാവണ്ടറിൻ്റെ ഫ്ലേവറിലുള്ള കോഫി, കേക്കുകൾ, ജാം ഇതെല്ലാം ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് ചെറിയൊരു പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് കോഫി ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നൊരു കെട്ടിടമുണ്ട്. അതിൻ്റെ അകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലം കേട്ടോ. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാവണ്ടർ ഓയിലുകൾ, സോപ്പ്, അതുപോലെ തേൻ, ജാം, ഉണക്കിയ ലാവണ്ടർ ഇതുണ്ടല്ലോ അതിൻ്റെ പൂക്കൾ, അതൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അതുപോലെ തന്നെ വീടിൻ്റെ ഇൻറ്റീരിയറിന് പറ്റിയ ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ. അതും നമുക്ക് റീസണബിൾ റേറ്റിന് കിട്ടുകയും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം തരുമോ, ഇതിൻ്റെ അകത്തുള്ളൊരു സ്മെല്ല്, ലാവണ്ടറിൻ്റെ സ്മെല്ല് മാത്രമേ ഉള്ളൂ. അത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ചെറിയൊരു കാറ്റൊക്കെ അടിക്കുമ്പോഴേ എന്താ ഒരു ഫീൽ എന്നറിയാമോ. അങ്ങനെ കുറച്ച് നേരം ചുറ്റിക്കിടങ്ങി നടന്ന് ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ച് പിന്നെ അവിടുന്ന് ലാവണ്ടറിൻ്റെ കേക്കൊക്കെ വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുത്തു കേട്ടോ. ഇനിയാണ് നമ്മൾ ലാവണ്ടൂല സ്വിസ് ഇറ്റാലിയൻ ഫാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഏകദേശം ഒരു 100 ഏക്കർ സ്ഥലത്തിലാട്ടോ ഈ ഫാം ഇരിക്കണേ. ഇപ്പം നമ്മൾ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയൻ സ്റ്റൈൽ ഫുഡായിട്ട് ഇവിടെ ഉള്ളത്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ പിസ്സ കേട്ടോ. വുഡ് ഫയർ പിസ്സ എന്നാട്ടോ അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് പിസ്സ മാത്രമുള്ള കാരണം സെറ്റാവില്ല. അത് കാരണം പിന്നെ നമ്മൾ നേരെ ഫാം എക്സ്പ്ലോർ ചെയ്യാണ്. പോകുന്ന വഴിക്കില്ലേ
ഒത്തിരി ഫ്രൂട്ട് ട്രീകളുണ്ട് കേട്ടോ. ആപ്പിൾ നിൽക്കണ നിപ്പ് നോക്കിയേ, ഒരു മരത്തുമ്പോൾ ഫുള്ളാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ കാത്തിരുന്ന ലാവണ്ടർ പൂക്കളുടെ അടുത്ത് എത്തിയിട്ടോ. എന്തോരാന്നറിയാമോ, അതൊരു ഫുള്ളായിട്ട് പരന്നലണ്ട കിടക്കണേ. ആ ഏരിയ അവർ ഡിവൈഡ് വെച്ചേക്കാം. നമ്മൾ നടന്നു പോകണ 2 സൈഡുകളിലൊക്കെ ആയിട്ട് പല ഏരിയകളിലായിട്ടാണ് ഈ ലാവണ്ടർ നിൽക്കണേ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ആപ്പിളുകൾ നിൽക്കുന്നുണ്ട്, മുന്തിരി നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റിയില്ലേ, കിടിലെ സ്പോട്ട് കേട്ടോ. അതുപോലെ വെഡ്ഡിങ് റിസപ്ഷനൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള ഫോട്ടോസൊക്കെ കാണണം. ഇവിടെ സൈറ്റിൽ നോക്കിയപ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഫുള്ള് ഗ്രീനറി കേട്ടോ. നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. പൈപ്പൊക്കെ ഇട്ട് അപ്പോഴും ആ 35 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ഫുള്ള് നനച്ചുകൊണ്ടിരിക്കുക അവർ. കുറേയൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു കേട്ടോ. പിന്നെ വെച്ചാൽ ഉച്ച സമയം കൂടി ആയാലും പിള്ളേർക്കും വിശന്ന് തുടങ്ങി, നല്ല ചൂടും കൂടിയല്ലേ. ചെറിയ കാറ്റൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി പിള്ളേർക്ക് നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ ഒരു റോസ് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം പോയി കറങ്ങി അടിച്ച് നടന്ന് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ, എല്ലാം വെൽ മെയിൻറ്റൈൻഡാണ്. അത് നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ സമയം ഞങ്ങൾ ഈ ഫാമിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നിന്ന് തിരിച്ച് പോവാണ്. അതുപോലെ തന്നെ ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ജനുവരി തുടങ്ങി ഏപ്രിൽ വരെ സമയം കേട്ടോ. അതുപോലെ മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാ ഉണ്ടാല സിസ് ഇറ്റാലിയൻ ഫാമിലെത്താൻ പറ്റും. ഇപ്പം സമയം 1:30 ആയിട്ടോ. ഉച്ചക്കാലത്തെ ഫുഡ് പോലും കഴിച്ചല്ലോ. വിശന്ന് വയറ് കത്തി. പിള്ളേരൊക്കെ ആണെങ്കിൽ പൂര അലമ്പായി. അങ്ങനെ നമ്മൾ ഡെയിൽസ്ബോർഡ് എത്തിക്കുമ്പോൾ ദ വെർജിൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. ഇത് ശരിക്കും ഒരു പബ്ബും കൂടിയാണ്. അങ്ങനെ അവിടെ വന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട് ടോണിയാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. പുള്ളി ഷെഫാണ്. കാരണം ഓസി സ്റ്റൈലിൽ പല വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വരാനായിട്ടൊരു 45 മിനിറ്റ് എടുത്തു കേട്ടോ. പക്ഷെ പിള്ളേരെ പിടിച്ചിരുത്താൻ വേണ്ടി അവർ ചെയ്ത സൂത്രപ്പണിയാണ് അടിപൊളിയായി. അവർക്ക് പെയിൻറ് ചെയ്യാനും പടം വരയ്ക്കാനൊക്കെ പേപ്പറും പെൻസിലും ഒക്കെ കൊടുത്ത് പിള്ളേരെ അവർ കയ്യിലെടുത്തു കേട്ടോ. ഞാൻ പിന്നെ ആ ഫുഡ് വരാനുള്ള സമയം കൊണ്ട് ജസ്റ്റ് ഇത് എന്താണ് ഈ റിസോർട്ടും ഈ പബ് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ പുറത്തിരുന്ന ആൾക്കാർ മൊത്തം ഭക്ഷണം കഴിക്കണേ. നമ്മളോട് ചെന്നപ്പോൾ ചോദിച്ചു അകത്തിരിക്കണേ പുറത്തിരിക്കണോ, ഈ വെയിൽ തന്നെ പുറത്തിരിക്കണേ. പക്ഷെ മിക്കവരും പുറത്തിരുന്ന കേട്ടോ ഭക്ഷണം കഴിക്കണേ. വൈനും ബീറൊക്കെ അടിച്ച് നല്ല ചില്ലായിട്ടാണ് ഓസികൾ തകർത്തുകൊണ്ടിരിക്കണേ. അങ്ങനെ പുറത്തുനിന്ന് ചുറ്റി കറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ വരാറായെന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ സ്മെല്ലിൻ്റെ ഭാഗമായിട്ട് ദേ ആപ്പിൾ ജ്യൂസും ലെമൺ ലൈം ബിറ്ററൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ചെറിയൊരു സിപ്പൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഫുഡ് വന്നു. ഇത് പോർക്കാന്നറിയാം, അതിൻ്റെ പേരെനിക്കറിയില്ല. ഇതെല്ലാം നമ്മുടെ ചങ്കാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇത് പിള്ളേർക്കുള്ള പാസ്ത, ഫിഷ് ആൻഡ് ചിപ്സ്, ഇതെനിക്ക് കറക്റ്റായിട്ട് അറിയാം. പിന്നെയുള്ള ഫുഡുകളെല്ലാം നമ്മൾ കഴിച്ചു എൻജോയ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേറെ ഒന്നും പേര് ചോദിച്ചേക്കരുത്. ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പേരും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു കിടുകിടലും റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ ഫുഡും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ഡെയിൽസ്ബോർഡ് ലേക്ക് ഉണ്ട്, അടിപൊളിയായിട്ടോ. പിള്ളേരെ കുറച്ച് നേരം അവിടെ നിന്ന് കളിപ്പിക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂർ വേണം നമുക്ക് മെൽബണിൽ എത്താനായിട്ട്. അപ്പോൾ അവരെ കളിപ്പിച്ച് കഴിഞ്ഞാൽ അവർ വണ്ടി കിടന്ന് പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.